അപ്പൊ മാരണം ചെയ്തു എന്ന വിശ്വാസം ഒരാളെ കുറിച്ച് നമുക്കുണ്ടായാൽ അത് നമ്മൾ തിരുത്തണം. അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. തൗഹീദ് അനുസരിച്ച് ഇപ്പൊ ചില ആളുകൾക്ക് സംശയം, അത് ഫലിക്കോ ഫലിക്കൂലേ എന്ന് ചർച്ച ചെയ്യണെന്തിനാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫലിക്കൂല എന്നല്ലേ നമ്മളെ വിശ്വാസം. അതനുസരിച്ച് നമ്മൾ നിന്നാ മതി. എത്ര ചെഴുത്താന്മാരൊന്നിച്ച് സീർ ചെയ്താലും ഇപ്പൊ ഞമ്മക്ക് വെല്ലുവിളിക്കുന്നു. ഞങ്ങളൊക്കെ ഇപ്പൊ ഇതിൽ പ്രസംഗിച്ചടക്കുന്ന ആളുകളാ. എന്നാ ഈ സീറന്മാർക്ക് ഞങ്ങൾക്കൊക്കെ ഇതിലൊക്കെ അന്ന് സീർ ചെയ്തൂടെ? അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പാറാലിക്ക് എത്രയും പകരം വേറെ എവിടെയെങ്കിലും പോയി ഇറങ്ങൂലേ? ഞാൻ പറയുന്നത് അങ്ങനെയാണ്. യാത്ര പുറപ്പെട്ട ആളെ തിരിച്ചുവിടാൻ കഴിയുന്ന പൊട്ടിയിരിക്കാന്നൊക്കെ ഇതിന് പറയാം. അയാൾ എന്തെങ്കിലും കൂടോത്രം ചെയ്താൽ പാറാലിക്ക് വന്ന് ഞാൻ വേറെ എവിടെ പോയി ഇറങ്ങൂല. അന്ധവിശ്വാസത്തെ കുറിച്ച് പ്രസംഗിക്കാൻ പോകണ്ട ചങ്ങായി, മോൻ അവിടെ എത്താതെ തട്ടിത്തിരിഞ്ഞ് എവിടെങ്കിലും എത്തുമെന്ന് വിചാരിച്ചാൽ പോലെ. മാത്രമല്ല ഇസ്രായേലിനെതിരെ വലിയ സിഹ്റൻ ചെയ്താൽ പോലെ. അറബ് രാഷ്ട്രങ്ങളൊക്കെപ്പാടെ കൂടി കോടിക്കണക്കിന് ഉറുപ്പ്യ ചെലവാക്കിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇസ്രായേലിനെ കൊണ്ട്. എന്നവർ ഇസ്രായേലിനെതിരെ സിഹ്റൻ ചെയ്താൽ പോലെ. അപ്പൊ സുഹൃത്തുക്കളെ, മറഞ്ഞ മാർഗത്തിലൂടെ ഖൈറും ഷർറും വരുത്താൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരാള് സിഹിർ വലിക്കോ എന്ന് പിന്നെ ചർച്ച ചെയ്യുന്ന കാര്യമല്ല. സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ വൻ പാപങ്ങളിൽ ഒന്നായിട്ട് അതിന് എണ്ണിയത്, അല്ലേ? ഒന്നാമത്തെ വൻ പാപം ശിർക്ക്, രണ്ടാമത്തേതാ സിഹിർ. ഇല്ലാത്ത ഒരു കാര്യത്തെ നിരോധിക്കേണ്ട കാര്യമില്ലല്ലോ. അവ യാഥാർത്ഥ്യമുണ്ട്, ആളുകൾ അത് ഉപയോഗിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. പിന്നെ ചില ആളുകൾ പറയും, എന്നാ എനിക്ക് ചെയ്യട്ടെ, ഞങ്ങൾക്ക് ചെയ്യട്ടെ, നമുക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ചെയ്തോ കാഫിറാവൂലേ? വെല്ലുവിളിക്കുന്നു. ഞങ്ങളൊക്കെ ഇപ്പൊ ഇതിൽ പ്രസംഗിച്ചടക്കുന്ന ആളുകളാ. എന്നാ ഈ സീറന്മാർക്ക് ഞങ്ങൾക്കൊക്കെ ഇതിലൊക്കെ അന്ന് സീർ ചെയ്തൂടെ? പിന്നെ ചില ആളുകൾ പറയും, എന്നാ എനിക്ക് ചെയ്യട്ടെ, ഞങ്ങൾക്ക് ചെയ്യട്ടെ, നമുക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ചെയ്തോ കാഫിറാവൂലേ? ഒരാൾ കാഫിറായിട്ട് നമ്മളെ വിശ്വസിപ്പിക്കാൻ നിൽക്കുവോ? ഞാൻ സീറിൽ വിശ്വസിക്കണ്ട, എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കാഫിറാവോ? സീറിനോ കാഫിറാവും, വലിയ കുറ്റാണത്. സാഹിറിനെ കൊല്ലണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സുല്ലമി ചോദിക്കണ്ടേ, ഇങ്ങനെ കുത്തട്ടെ, ഇങ്ങനെ നുള്ളട്ടെ, എന്റെ പേരൊന്ന് നീക്കട്ടെ. യുക്തിവാദികൾ വെല്ലുവിളിക്കലുണ്ടല്ലോ, നിങ്ങൾക്ക് അങ്ങനെ ഒരു പടച്ചോണ്ടെങ്കിൽ ഈ പേരെന്ന് അങ്ങോട്ട് നീക്കട്ടെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു പടച്ചോണ്ടെങ്കിൽ ഈ മൈക്കെന്ന് അങ്ങോട്ട് നീക്കട്ടെ. അതിന്റെ അർത്ഥം പടച്ചോല്ലാനാ തന്നെ? ഈ ജാതി പൊട്ട വെല്ലുവിളിയാ നടത്തുന്നത്. യുക്തിവാദികൾ അങ്ങനെ എന്തെല്ലാം വെല്ലുവിളിച്ചിട്ടുണ്ട്. നിങ്ങളെ പടച്ചോണ്ടെങ്കിൽ എന്തിനാ ഭൂകമ്പം ഉണ്ടായത്? നിങ്ങളെ റഹ്മത്തുൽ ആലമീന ലോകത്തിന് മുഴുവൻ കാരുണ്യമായ പടച്ചോണ്ടായിട്ട് മിനയിൽ തീപിടുത്തുണ്ടായത് എന്നൊക്കെ ചോദിക്കുന്ന വല്ല വെല്ലുവിളിയാണ്.